സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ അമ്മമ്മയുടെ ഫ്രണ്ട് കൊടുത്തതാണ്. അപ്പോൾ അമ്മമ്മ നമുക്ക് തന്നു. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മുടെ രസഗുളയാണ് ഗൈസ്. അപ്പോൾ ഞാൻ രസഗുള ഇന്ന് വരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. പിന്നെ തന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ബൂന്തി പറഞ്ഞെന്താ സംഭവം ഇതാണ് ഗൈസ് ബൂന്തി. അപ്പോൾ അതും നമ്മൾ ട്രൈ ചെയ്യുന്നു. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനത് കാറ്റ് കൊണ്ട് വെച്ചിട്ട് ഇത് വെച്ചാണ്. സോ നമുക്ക് ഫസ്റ്റ് രസഗുള ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ രസഗുളയ്ക്ക് പ്ലേറ്റ് എടുക്കുക, കാരണം ഇതെങ്ങാനും ഒറ്റിപ്പോയ സീനാവും ഇവിടെ മുമ്പ് വന്നിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ തുറന്ന് പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, പറ്റും. നമ്മുടെ ഒരു ഗുലാബ് ജാമുൻ്റെ ഒരു മണം അടിക്കുന്നുണ്ട്. സോ ഇതാണ് ഗൈസ് നമ്മുടെ ഇതെന്താണ്, അയ്യോ ഇതിപ്പോൾ എങ്ങനെ കാണിക്കുന്നത് സംഭവം ഇതാണ്, കാണിച്ചു തരാം. ഇതാണിപ്പോൾ നമ്മുടെ സംഭവം. എടുക്കുക, ഇതിങ്ങനെ എടുക്കുക. അപ്പോൾ പിന്നെ ക്യാമറ അവിടെ വെക്കട്ടെ. അയ്യോ ഇല്ല. സോ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ല സംഭവം ടേസ്റ്റില്ലെന്നൊന്നും അറിയില്ല. എന്തോ വെള്ളമൊക്കെ ഒറ്റുണ്ട് കേട്ടോ. സോ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ കഴിച്ചു നോക്കാം. കേൾക്കും പറയാൻ പറ്റും. കാശ് വായിലിരിക്കണോണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇത് വായിൽ അത്ര പെട്ടെന്ന് പോവില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലില്ല, നമ്മൾ കടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം അങ്ങനെ ഫുയിന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതേ ഉള്ളൂ. പിന്നെ ഇതാണ് ബൂന്തി. ഇതിൻ്റെ ഒപ്പം ഒരു മസാല പോലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അത് നമുക്കതൊന്ന് ഇട്ട് നോക്കണം. നമ്മുടെ ഇത് കത്തിരിയില്ല മുറിക്കാൻ, പൊട്ടിച്ച് നോക്കണം. കത്തിരി വെച്ചാണ് പൊട്ടിക്കണം. സോ പൊട്ടിച്ചുകൊണ്ട് കാണാം. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കത്തിരി വെച്ചിട്ട്. ഇതെന്തൊരു എരിവുള്ള വേണം കേട്ടോ. സോ നമ്മളിതാ ബൂന്തി ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ ബൂന്തി കാണിച്ചു തരാം ഗൈസ്. ഇതാണ് സംഭവം നമ്മുടെ ബൂന്തി. ഇതൊരു കടല പോലെ സംഭവമാണ്. സോ ഇത് മസാല ഇട്ടിട്ടൊക്കെയാണ് ഗൈസ് നമ്മൾ കഴിക്കുക. സോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ മസാല ഇടാൻ പോവാണ്. സോ നമുക്ക് മസാല ഇടാം. കൊട്ടൽ മസാലയൊക്കെ ഒന്ന് ഇരിക്കട്ടെ, കുറേ ഇരിക്കട്ടെ, ഇരിക്കുക. സോ ഗൈസ്, ബൂന്തിയിൽ മസാല ഇടാണ്ട് കഴിച്ചാൽ ഇത് ജസ്റ്റ് കടല പോലെ നിങ്ങൾക്ക് തോന്നുള്ളൂ. ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യേണ്ടി വെച്ചാൽ നമുക്കൊക്കെ പോകും കേട്ടോ. പുളോ അത്രയ്ക്ക് റെഡി ആയിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒരു 2 കുളിക്കും കൂടി കുളിക്കോ. അമ്മോ, മറ്റേ ജോളച്ചിപ്പിൻ്റെ പോലെ മണം. ഇതൊക്കെ കേസോ ഇപ്പോൾ ഒരു മസാല പോലെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഞാൻ എടുത്ത് കാണിച്ചു തരാം, കയ്യിൽ കൊട്ടി കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ട സംഭവം ഇതെങ്ങനെ ഒരു മസാല പോലത്തെ ഒരു ടൈപ്പാണ്. പക്ഷെ ഇങ്ങനെ. സോ കഴിച്ചു നോക്കാം നമുക്ക്. അമ്മേ, എരിവുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാകത്തിന് ഇടാനുള്ള മസാലയായിരുന്നു. ഞാൻ ഫുള്ളും കൊട്ടിയിട്ട് കുഴപ്പമില്ല.
എരിവുണ്ട് ഗൈസ്. നിങ്ങൾ വെറുതെ ടി വി ഒക്കെ കാണുകയാണ് ഇരുന്ന് ഇങ്ങനെ തിന്നാം. കൊള്ളാട്ടോ ബൂന്തി എനിക്കിഷ്ടമായി. രസഗുളയായിരുന്നു മെയിൻ. വായിലിട്ടിട്ട് ഇറങ്ങണില്ല ഗൈസ്. അത് ചവയ്ക്കാൻ കിട്ടണില്ല നേരെ. ഇതിൽ എഴുതിയിട്ടുണ്ട് ഈ ബൂന്തി can use ബൂന്തി for making following items. ഒരു പാനിപൂരി ഉണ്ടാക്കാനും പിന്നെ ബട്ടർ മിൽക്കൊക്കെ ഉണ്ടാക്കാനും ഈ ബൂന്തി ആൾക്കാർ യൂസ് ചെയ്യുന്നത്രേ. നമ്മൾ വെറുതെ തിന്നാനേ യൂസ് ചെയ്യുള്ളൂ, അത്രേ ഉള്ളൂ. ഇതൊക്കെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇതുപോലെ വല്ല ഫുഡൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ല, ഫുഡ് നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ എല്ലാവർക്കും ബൈ.